സെറേ, സാറിനെ വെച്ചൊരു പടം ചെയ്യാൻ പിച്ചായിട്ട് വന്ന പറ്റിയ ഡയറക്ടർ. വരൂ മോനെ, വരൂ, ഇരിക്കും. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു. സാറ് നല്ല ബിസിയാണെന്ന് തോന്നുന്നല്ലോ, മുമ്പ് വിളിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. അതെ മോനെ, ഒരു 3 പ്രോജക്റ്റ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ക്ഷീണത്തിന്. അതെന്തൊക്കെ പ്രൊജക്റ്റാണ് സാറേ? അത് പിന്നെ സൺ ഫീസ്റ്റ്, പിന്നെ തുള്ളൂർ സിൽക്സ്, പിന്നെ ചേച്ചീസ് കാഫേ. മൊത്തം ആഡ്സ് ആണല്ലേ? അല്ല സാറേ, പക്ഷേ ഈ ചേച്ചീസ് കഫയ്ക്കൊന്നും ഞാൻ ആഡ് കണ്ടിട്ടില്ലല്ലോ. അതെ, ഞാൻ അവിടെ ഉദ്ഘാടനത്തിന് പോയതാണ്. അത് ഒരു പ്രോജക്റ്റ് ആണല്ലോ. കഴിയാൻ കുറച്ച് ടൈം എടുത്തു, അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ ലേറ്റായിട്ട് മോൻ്റെ കൂടെ ഇരിക്കുന്നത്. സോറി. അല്ല, അതൊക്കെ നോ പ്രോബ്ലം സാറേ. പക്ഷെ നമുക്ക് ഈ ചേച്ചിമാരുടെ കഫേയുടെ പുറത്ത് റിബണും വെട്ടി ഇരുന്നാൽ മതിയോ? ഒരു ഹിറ്റൊക്കെ അടിക്കണ്ടേ? ഭാഗ്യം മോനിലൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കിപ്പോൾ ആകെ കിട്ടുന്ന റെലവൻസ് ഞാൻ വല്ല ഇന്നോഗ്രേഷൻ ഫ്ലോറിൽ നിന്ന് തലകുത്തി വീഴുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ വല്ല പഴയ ആട് ട്രോളാക്കി പിള്ളേർ റീൽസ് ഇടുമ്പോൾ മാത്രമാണ്. അല്ല, മോൻ്റെ ചില പടങ്ങൾ എനിക്ക് റെഫറൻസ് കാണാൻ വേണ്ടി തന്നിട്ടില്ലായിരുന്നു. എനിക്കത് കാണാൻ സാധിച്ചില്ല. ഐ എം സോറി. സാർ, അതിനും നോ പ്രോബ്ലം സാറേ. സാറ് ചിലപ്പോൾ ഓൾറെഡി എൻ്റെ ചില പടങ്ങൾ കണ്ടു കാണും. ഈ വയലൻസും അബ്യൂസും റേപ്പും ബീഫ് പാനൊക്കെ പോലത്തെ ഹെവി ഡീപ്പ് സ്റ്റഫുകൾ ഡിസ്കസ് ചെയ്യുന്ന പടങ്ങൾ എൻ്റേതാകാനാണ് സാധ്യത. അല്ല മോനെ, ഈ ഇപ്പം വരുന്ന ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഈ തരത്തിലാണല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്പെസിഫിക് ആയിരുന്നെങ്കിൽ. സാറിന് ഇപ്പോൾ പേരാണെങ്കിൽ ഞാൻ പേരും പറഞ്ഞുതരാം. എന്നാ പിടിച്ചോ. ഞാൻ ചെയ്ത പടങ്ങളാണ് ജോൺ, മാർക്ക്, മാത്യു, ജോൺ 2, മാർക്ക് 2, മാത്യു 2. ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ മോനെ, വല്ല ബൈബിൾ കഥകളുമാണ്? ഡാഡ് ജോക്സ് ഒക്കെ അടിച്ചിരിക്കുവാണല്ലോ ഇവിടെ വെച്ച് കാണുന്നത്. സാറേ, ഇവിടുത്തെയൊക്കെ പേരിട്ട സിനിമയൊക്കെ ഇപ്പം ആരെങ്കിലും കാണാൻ വരുമോ? അല്ല, ശിവൻകുട്ടിന്നോ ദാമോദരനോ ഗോപാലെന്നോ ഒക്കെ സിനിമയ്ക്ക് പേര് കൊടുത്താൽ അവരും കാണാൻ വരത്തില്ല. അല്ല, പക്ഷേ സിനിമയ്ക്ക് ആൾക്കാരുടെ പേര് മാത്രം എഴുതണമെന്നൊന്നുമില്ലല്ലോ. പിന്നെ സിനിമയ്ക്ക് മരത്തിൻ്റെ പേര് കൊണ്ടിടണം. അല്ല, എന്നാൽ സാറ് തന്നെ പറ, ഈ ഒറ്റ പേര് സാധാരണ എന്തിനാണ് കൊടുക്കാറ്? തന്തയില്ലാത്തവന്മാർക്കാണോ? ഡാഡ് ജോക്സ് മാറ്റി ഇപ്പം ഡാഡ്ലെസ് ജോക്സ് അടിക്കണം എൻ്റെ പൊന്നു സാറേ. ഈ ഒറ്റ പേരുള്ള സിനിമകൾ സാധാരണ ഒരു ഹീറോ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ ബേസ് ചെയ്തുള്ള ഒരു സിനിമ എടുക്കുമ്പോഴാണ് കൊടുക്കാറ്, അല്ലേ? അപ്പം എൻ്റെ മെയിൻ പരിപാടി എന്താ? ഈ പൊളിഞ്ഞിരിക്കുന്ന പഴയ കാലത്തെ സ്റ്റാർസൊക്കെ ഉണ്ടാവില്ലേ സാറേ, സാറിനെ പോലെ ഇങ്ങനത്തെ സ്റ്റാർസിനെയൊക്കെ റീലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കംബാക്ക് പടം എടുക്കുന്നതാണ് എൻ്റെ പരിപാടി. ഞാൻ അത്ര പഴഞ്ഞിട്ടൊന്നുമില്ല. ഈ പഴയ ബോഡിക്കകത്ത് മോനൊരു പുതിയ ഫ്യൂല് കയറ്റുന്നതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്നാൽ ഞാൻ ആ ഫ്യൂലിൻ്റെ കഥ സാറിൻ്റെ അകത്തോട്ട് ഫയർ ചെയ്യട്ടെ. പറ. സാർ ഇതൊന്ന് കണ്ണടച്ച് ഓർത്ത് നോക്കിക്കേ. ഫിലിമിൻ്റെ ഓപ്പണിംഗ് സീൻ. ഒരു വീട്, ഒരാൾ, വേറെ ഒരാൾ, പിന്നെ അതിലും വേറെയും ഒരാൾ. അങ്ങനെ ഏറെ കുറേ ആളുകൾ. ഈ ആൾക്കാരെ വെട്ടി ഞുറക്കി പീസാക്കി പട്ടിച്ചു കൊടുത്ത്. അയ്യോ മോനെ, നിർത്ത്. ഈ വെട്ടുന്നതിൻ്റെയും കുത്തുന്നതിൻ്റെയും ഒക്കെ കാരണം എന്താ? കാരണമോ? കാരണം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇനി സാറിന് നിർബന്ധമാണെങ്കിൽ നമുക്ക് അവിടെ വെച്ചൊരു കാരണം ഉണ്ടാക്കാം. എന്നാൽ ഇയാൾക്ക് മരിച്ചു കിടക്കുന്നവരുടെ ശരീരം നോക്കി പടം വരയ്ക്കാൻ ഇഷ്ടമാണ്, അതുപോലെ. അതായിരിക്കും മോനെ നല്ലത്. അല്ല മോനെ, ഞാൻ ശരിക്കും കുറച്ചുകൂടെ ഫാമിലി ഓറിയൻറ്റഡ് ടൈപ്പ് മൂവീസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇത്രയ്ക്ക് വയലൻസും സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നൊരു അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഈ പടത്തിൽ ഞാൻ ഫാമിലി ഓറിയൻറ്റഡ് വയലൻസും ഇട്ടേക്കുന്നത്. അതെന്ത് തരം വയലൻസാണ് മോനെ? ഫാമിലി ഓറിയൻറ്റഡ് വയലൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിലുള്ള ഫാമിലീസിനെയൊക്കെ ഒരുമിച്ചിട്ട് കൊല്ലുന്നു, ആരെയും ഒറ്റപ്പെടുത്തുന്നില്ല. ഒരു ഫാമിലീസ് ടുഗദർനെസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതല്ലേ അതിൻ്റെ അർത്ഥം? അല്ല, അതിൻ്റെ അർത്ഥം അങ്ങനെയല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത്, ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു നിർത്തിയത് പീസാക്കി കയ്യിൽ കത്തിയും ഒരു ബോംബും ഗണ്ണും ഒക്കെ പിടിച്ച് ഇറങ്ങുന്ന ഒരാളുണ്ട്. അയാളാണ് ജെയിംസ്.
അപ്പം സിനിമയുടെ പേര് ജെയിംസ് എന്നായിരിക്കുമല്ലേ? എങ്ങനെ സാറിന് മനസ്സിലായി? പൊളിയല്ലേ? പൊളിയാതെ ഇരുന്നാൽ മതി. ഇനി നമുക്ക് ഈ ജെയിംസിൻ്റെ ബാക്ക് സ്റ്റോറിയിലോട്ട് സഞ്ചരിക്കാം. ജെയിംസിന് ശരിക്കും PTSD, MPD, BPD, PDD, ED, ADHD എല്ലാ വക സാധനങ്ങളും ഉണ്ട്. മോനെ ഇതൊക്കെ വല്ല ഡിഗ്രികളുമാണോ? ഈ ഡാർട്ട് ജോക്സ് നിർത്താൻ പറ്റിയ സാറേ. മോനെ ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും? അല്ല സാറിന് ബാക്കി കഥയൊന്നും കേൾക്കണ്ടേ? അല്ല മോനെ, അതെനിക്ക് ഏതാണ്ട് മനസ്സിലായി. ഓക്കെ, ക്ലൈമാക്സിന് നമ്മുടെ ജെയിംസ് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ 8ാം നിലയിൽ നിന്ന് പൊട്ടിക്കും. എന്ത് പടമോ? കുത്തല്ല. അങ്ങനെയല്ല മോനെ, മോൻ ഈ ജെയിംസിന് പടം വരയ്ക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലായിരുന്നു? അപ്പം അങ്ങനെ ഏതെങ്കിലും മറിച്ചൊരു പടം പോയിട്ട് പൊട്ടിക്കുവാണോ എന്ന് ചോദിച്ചു. ആ പടമോ? അല്ലല്ല, അത് അത്രയ്ക്ക് നമ്മൾ ചിന്തിക്കണ്ട കേട്ടോ. പുള്ളി പൊട്ടിക്കാൻ പോകുന്നതാണ് പുള്ളിയുടെ സ്വന്തം ശരീരം. അയ്യോ, എന്താ കാരണം? അതെന്തിനാന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. അതല്ല ഞാൻ പറയാൻ വന്നു. ഈ ജെയിംസ് എല്ലാവരും ഇങ്ങനെ കൊന്ന് വെട്ടി പട്ടിക്കൊടുത്ത് ഇങ്ങനെ ജെയിംസ് ചില ഗെയിംസൊക്കെ കളിച്ച് ചില്ലായിട്ടിരിക്കുമ്പോഴായിരിക്കും ജെയിംസിന് ആ മെസ്സേജ് വരുന്നത്. ജെയിംസിനൊരു മെസ്സേജ് വരും. ജെയിംസിന് പോലീസ് പിടിക്കാൻ വരുവാണ്. അത് ജെയിംസിന് വിഷമമായിട്ട് ജെയിംസ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കയറി ചാടി തീർക്കും. കണ്ണി കാണുന്നവരൊക്കെ പെട്ടിക്കൊന്നാൽ പിന്നെ പോലീസ് പിടിക്കത്തില്ലേ? ഇതാണല്ലോ സാറേ ഒരു സൈക്കിൾ ഓഫ് എ ടോർച്ചേർഡ് ഹീറോ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സാറേ? അല്ല, അതിൻ്റെ അർത്ഥം എന്തേലും ആട്ടെ എന്നല്ല. മോൻ്റെ കഥയൊക്കെ കൊള്ളാം. പക്ഷെ മോന് തോന്നുന്നുണ്ടോ ഈ പടമൊക്കെ ഓടുമോന്നോ? സാറിന് എൻ്റെ പടത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് അറിയത്തുണ്ട്. കൂടെ ഇറങ്ങുന്ന പടത്തിനേക്കാളും 10 ദിവസമെങ്കിലും മിനിമം എൻ്റെ പടമുണ്ട്. ഓ ആണോ? അപ്പം മോൻ്റെ കഴിഞ്ഞ പടം എത്ര ദിവസം ഓടിയായിരുന്നു? 10 ദിവസം. അല്ല സാറ് വിട് സാറേ, നമുക്ക് OTT ഒക്കെ ഇല്ലേ, നമുക്കത് പിടിക്കാം. അല്ല സാറേ, അപ്പോൾ സാറിൻ്റെ കഥയൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്താലോ? ഷൂട്ടിംഗ് അടുത്ത ആഴ്ച തുടങ്ങും. അല്ല മോനെ, അറിയാലോ ഞാൻ ഒരു മെത്തേഡ് ആക്ടറാണ്. അപ്പം ഈ ജെയിംസിനെ പോലത്തെ ഹെവി ക്യാരക്ടേഴ്സിനെ ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ചുകൂടെ ടൈം വേണ്ടി വരും. ജെയിംസോ? അതിന് സാറ് ജെയിംസാന്ന് ആര് പറഞ്ഞു? അല്ലേ? എൻ്റെ പൊന്ന് സാറേ, ഈ ജെയിംസ് എന്ന് വെച്ചാൽ കുറച്ച് മീശയൊക്കെ പിരിച്ച് മുടിയൊക്കെ നീട്ടി നല്ല സ്റ്റണ്ട് അടിക്കുന്ന ടൈപ്പ് ക്യാരക്ടറാണ്. സാറാണെങ്കിൽ ഇവിടെ മൊത്തം മൊട്ടയും പഠിച്ച് മീശയും പഠിച്ച് ഈ കഴിഞ്ഞ 5 വർഷത്തിൽ സാറ് ദേഹം എനിക്കിത് മറ്റേ ഉദ്ഘാടന വിളക്ക് കത്തിക്കാൻ മാത്രമല്ലേ? അപ്പോൾ ഞാൻ എങ്ങനെയാണ് സാറിനെ വെച്ച് ഈ ക്യാരക്ടർ ചെയ്യുന്നത്? ഈ ജെയിംസിൻ്റെ ക്യാരക്ടറൊക്കെ ഞാൻ വേറെ റീൽ ഓൺ സ്റ്റാർസ് ആയിട്ട് ഓൾറെഡി ഫിക്സ് ചെയ്തു സാറേ. അപ്പോൾ ഇത് മോനെ നേരത്തെ പറയാമായിരുന്നില്ലേ? അതിന് സാറ് തന്നെയല്ലേ പറഞ്ഞു എനിക്ക് ക്ലൈമാക്സ് മാത്രം കേട്ടാൽ മതി. അതിൻ്റെ ഇടയ്ക്കല്ലായിരുന്നു ഞാൻ ഈ ജെയിംസിൻ്റെ മറ്റേ കഥാവിശേഷമൊക്കെ പറയാൻ പോകുന്നത്. മതി ഇതെല്ലാം ഇവിടെ. എൻ്റെ റോൾ എന്താ? സാറിന് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സീൻ ഓർമ്മയുണ്ടോ? മറ്റേ ജെയിംസ് വന്നിട്ട് എല്ലാവരും വെട്ടിക്കൊന്ന് മാസാക്കിടുന്നത്. നല്ല ഓർമ്മയുണ്ട്. അതിൽ ജെയിംസ് വെട്ടിക്കൊല്ലുന്ന ഒരാൾ സാറാണ്. പേടിക്കേണ്ട ഡയലോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. മോനെ എന്ന് വിളിച്ചോണ്ടിരുന്ന എന്നെ മൊണ്ണേന്ന് വിളിപ്പിക്കല്ലേ. മോൻ ചെല്ല്, നമുക്ക് അടുത്ത പടത്തിൽ നോക്കാം കേട്ടോ. സാറ് വിഷമിക്കണ്ടേ സാറേ. സാറിനെ ഞാൻ ജെയിംസ് 2 എഴുതുമ്പോൾ ഒരു കീഴിൽ വിഷം വെച്ചേക്കാം. പക്ഷേ സാറപ്പോഴത്തേനും വല്ല തൂഫാൻ്റെ ഒക്കെ ആഡൊക്കെ ചെയ്ത് കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുക. മറ്റേ തുല്ലൂർ സിൽസ് എന്നൊക്കെ വെച്ചാൽ കുറേ ആഡി സെയിൽ വാഡി സെയിൽ പോഡി സെയിൽ എന്നും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുന്നാൽ പോരെ. ഇതാണെങ്കിൽ കുറേ ഓട്ടവും ചാട്ടവും ഒക്കെ ഇല്ല, കുറച്ച് ആക്റ്റീവായിട്ടിരിക്കാൻ പോലെ. ശരി മോനെ, ശരി. അല്ല മോൻ ജെയിംസ് മരിക്കൂന്നല്ലേ പറഞ്ഞു, പിന്നെ എങ്ങനെയാ ജെയിംസ് 2 ഇറങ്ങുന്നത്? അതിനല്ലേ സാറേ ഞാൻ ജെയിംസിന് അനിയനും അനിയത്തിയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൊടുത്തേക്കുന്നത്. ഇതും കൊണ്ട് ജെയിംസ് 2 മാത്രമല്ല, ജെയിംസ് 2ഉം 3ഉം 4ഉം 5ഉം 6ഉം 7ഉം വരെയും ലോഞ്ച് ചെയ്യാനുള്ള കഥകളുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു JC അല്ലെങ്കിൽ ജെയിംസ് സിനിമാറ്റിക് യൂണിവേഴ്സ് ലോഞ്ച് ചെയ്യുന്നതാണ് എൻ്റെ ഡ്രീം. നന്നായി മോനെ, ഫോളോ യുവർ ഡ്രീംസ്. എന്നാൽ ശരി സാറേ, I will see you in JCU. See you in ICU.
ഓ ഡാഡ് ജോക്സ്